الرحمن الرحيم نبينا محمد وعلى آله وأصحابه أجمعين أما بعد فيقول الله سبحانه وتعالى يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله وذروا البيع ذلكم خير لكم إن كنتم تعلمون فإذا قضيت الصلاة فانتشروا في الأرض وابتغوا من فضل الله واذكروا الله كثيرا لعلكم تفلحون സൂറത്തുൽ ജുമുഅയിലെ ഈ ആയത്തുകളാണ് ഇനി നമുക്ക് തഫ്സീർ പഠിക്കാനുള്ളത്. ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയുന്നു, ഇന്നമാ സുമ്മിയത്തിൽ ജുമുഅതു ജുമുഅതൻ لأنها مشتقة من الجمع. ഈ ആയത്തിൽ നമുക്ക് അറിയാവുന്നതുപോലെ ജുമുഅയെക്കുറിച്ചാണ് അള്ളാഹു പറയുന്നത്. ജുമുഅക്ക് ജുമുഅ എന്ന് പേര് വരാനുള്ള കാരണം لأنها مشتقة من الجمع, ജംഇൽ നിന്നാണ് ജുമുഅ എന്ന വാക്കുണ്ടായിട്ടുള്ളത്, ഒരുമിച്ച് കൂടുക എന്ന അർത്ഥത്തിൽ. فإن أهل الإسلام يجتمعون في كل أسبوع مرة بالمعابد الكبار. മുസ്ലിമീങ്ങൾ എല്ലാ ആഴ്ചയിലും ആ ദിവസം അവരുടെ ഇബാദത്തിനു വേണ്ടി തയ്യാറാക്കപ്പെട്ട വലിയ വലിയ മസ്ജിദുകളിൽ അവരൊരുമിച്ച് ചേരുന്നു. വഫീഹി കമുല ജമീഉൽ ഖലായിഖി, അന്നാണ് അള്ളാഹു പടപ്പുകളെ മുഴുവനായും സൃഷ്ടിച്ചത്. ഫഇന്നഹു യൗമു സാദിസു മിന സിത്തത്തി അല്ലതി ഖലഖല്ലാഹു ഫീഹാ അസ്സമാവാതി വൽ അർദ്. ആകാശഭൂമികളെ അള്ളാഹു സൃഷ്ടിച്ച 6 ദിവസങ്ങളിലെ 6ാമത്തെ ദിവസമാണത്, ഞായറാഴ്ച മുതൽ വെള്ളി വരെ. وفيه خلق آدم وفيه أدخل الجنة وفيه أخرج منها وفيه تقوم الساعة. ആദം അലൈഹി സ്വലാത്തു വസ്സലാം സൃഷ്ടിക്കപ്പെട്ടതും അവിടുന്ന് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടതും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടതും യൗമുൽ ജുമുഅയിലാണ്. വഫീഹി തഖൂമു സ്സാഅ, അന്ന് തന്നെയാണ് ഖിയാമത്ത് നാൾ സംഭവിക്കുക. ഒരു വെള്ളിയാഴ്ചയാണ്. വഫീഹി സാഅത്തുൻ ലാ യുവാഫിഖുഹാ അബ്ദുൻ മുഅ്മിനു യസ്അലുല്ലാഹ ഫീഹാ ഖൈറൻ ഇല്ലാ അതാഹു ഇയ്യാഹ്. അതുപോലെ വെള്ളിയാഴ്ചയിൽ ഒരു ദിവസമുണ്ട്, വെള്ളിയാഴ്ചയിൽ ഒരു നേരമുണ്ട്. അന്ന് ഏത് മുഅ്മിനായ മനുഷ്യൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നുവോ അവൻ്റെ ദുആക്ക് ഉത്തരമുണ്ട്. അങ്ങനെ ഒരു പ്രത്യേക സമയം വെള്ളിയാഴ്ചയുണ്ട്. كما ثبتت بذلك الاحاديث الصحاح, സഹിഹായ ഒരുപാട് ഹദീസുകളിൽ വന്നതുപോലെ ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ദിവസമാണ് യൗമുൽ ജുമുഅ, വെള്ളിയാഴ്ച. അല്ലാഹു പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു, ഓ മുഅ്മിനുകളെ, ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ, ഇദാ നൂദിയ വിളിക്കപ്പെട്ടാൽ, ലിസ്സലാത്തി നിസ്കാരത്തിന് വേണ്ടി വിളിക്കപ്പെട്ടാൽ, മിൻ യൗമിൽ ജുമുഅ വെള്ളിയാഴ്ച ദിവസം, ഫസ്ഔ ഇലാ ദിക്റില്ലാഹ്, ഫസ്ഔ നിങ്ങൾ വേഗത്തിൽ ചെല്ലുക. വേഗത്തിൽ ചെല്ലുക എന്ന് പറഞ്ഞാൽ എന്താണ്? ശരീരം കൊണ്ട് ഓടിപ്പോകാനല്ല, പോകാനുള്ള മനസ്സുകൊണ്ട് വേഗത്തിൽ പോവുക. ശരീരം കൊണ്ട് നിസ്കാരത്തിന് പോകേണ്ടത്, നിസ്കാരത്തിലേക്ക് ഓടി ചെല്ലുക എന്നത് പാടില്ലാത്തതാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിലക്കിയിട്ടുള്ളതാണ്. മറിച്ച് നേരത്തെ അതിനു വേണ്ടി ഒരുങ്ങുകയും അതിൻ്റെ സമയത്ത് സാവധാനം മസ്ജിദുകളിലേക്ക് ചെല്ലുകയുമാണ് വേണ്ടത്. യാ അയ്യുഹല്ലദീന ആമനു, ഓ മുഅ്മിനുകളെ, ഇദാ നൂദിയ വിളിക്കപ്പെട്ടാൽ, ലിസ്സലാത്തി നിസ്കാരത്തിനു വേണ്ടി, യൗമിൽ ജുമുഅ വെള്ളിയാഴ്ച ദിവസം വിളിക്കപ്പെട്ടാൽ, ഫസ്ഔ നിങ്ങൾ വേഗത്തിൽ ചെല്ലുക, ഇലാ ദിക്റില്ലാഹ് അല്ലാഹുവിൻ്റെ ദിക്റിലേക്ക്, വദറുൽ ബൈഅ കച്ചവടം ഉപേക്ഷിക്കുകയും ചെയ്യുക. ദറു എന്നാൽ ഉപേക്ഷിക്കുക, അൽ ബൈഅ കച്ചവടം. ദാലിക്കും അതാകുന്നു, ഖൈറുൽ ലക്കും നിങ്ങൾക്ക് നല്ലത്, ഇൻ കുൻതും തഅലമൂൻ നിങ്ങൾ അറിയുന്നവരാണെങ്കിൽ, നിങ്ങൾ അറിയുന്നുവെങ്കിൽ. ഫൈദാ ഖുദിയത്തിസ് സ്വലാത്തു നിസ്കാരം നിർവഹിക്കപ്പെട്ടാൽ, ഫന്തശിറു ഫിൽ അർദ് ഭൂമിയിൽ നിങ്ങൾ വ്യാപിച്ചുകൊള്ളുക. വബ്തഗു നിങ്ങൾ തേടിക്കൊള്ളുക, മിൻ ഫദ്ലില്ലാഹ് അല്ലാഹുവിൻ്റെ ഔദാര്യത്തിൽ നിന്ന്, അഥവാ കച്ചവടവും നമ്മുടെ റിസ്കിനുള്ള മാർഗങ്ങളും ഒക്കെ തേടിക്കൊള്ളും. വദ്കുറുല്ലാഹ കസീറ അള്ളാഹുവിനെ നിങ്ങൾ ധാരാളമായി ഓർക്കുകയും ചെയ്യുക. കാരണം തിജാറ ഇബ്തിഗാഉർ റിസ്ഖ്
കച്ചവടം, റിസ്ക് തേടുക, ഇതൊക്കെ അള്ളാഹുവിൻ്റെ ദിക്ർ, അള്ളാഹുവിനെ ഓർക്കാൻ മറപ്പിച്ച് കളയുന്ന സംഗതികളാണ്, നമ്മെ അശ്രദ്ധരാക്കി കളയുന്ന സംഗതികളാണ്. അതുകൊണ്ട് അള്ളാഹു പ്രത്യേകം പറഞ്ഞു, വദ്കുറുല്ലാഹ കസീറ, അള്ളാഹുവിനെ നിങ്ങൾ ധാരാളമായി ഓർക്കുക, ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിക്കാൻ വേണ്ടി. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന പ്രസിദ്ധമായ ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഹ്നുൽ ആഖിറൂന അസ്സാബിഖൂന യൗമൽ ഖിയാമ, നഹ്നുൽ ആഖിറൂന അസ്സാബിഖൂന യൗമൽ ഖിയാമ, നമ്മളാണ് അൽ ആഖിറൂൻ, അവസാനത്തെ ആളുകൾ, അഥവാ അവസാനത്തെ ഉമ്മത്ത് നമ്മളാണ്. ഇനിയൊരു ഉമ്മത്തില്ല, ഇനിയൊരു സമുദായമില്ല, ഇനിയൊരു നബിയില്ല, നമ്മളാണ് അവസാനത്തെ ഉമ്മ. എന്നാൽ അസ്സാബിഖൂന യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ നമ്മളാണ് ആദ്യത്തെ ആളുകൾ. അഥവാ അള്ളാഹു ആദ്യം വിചാരണ ചെയ്യുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനെയാണ്. ആദ്യം സ്വർഗത്തിൽ പ്രവേശിക്കുക മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്താണ്. അള്ളാഹു ആ ഭാഗ്യവാന്മാരിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ, ആമീൻ. നമ്മുടെ വിചാരണക്ക് പഴയ നബിമാരും അവരുടെ ഉമ്മത്തുമെല്ലാം സാക്ഷികളായിരിക്കും. ബൈദ അന്നഹും ഊതുൽ കിതാബ മിൻ ഖബ്ലിനാ, നമുക്ക് മുമ്പേ അവർക്ക് കിതാബ് നൽകപ്പെട്ടിരുന്നു എന്നിരിക്കെയും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നമ്മളാണ് അവസാനത്തെ സമുദായം, ഖിയാമത്ത് നാളിൽ ആദ്യത്തെവർ. നമുക്ക് മുമ്പേ അവർക്ക് കിതാബ് നൽകപ്പെട്ടിട്ടുണ്ടെങ്കിലും, അഥവാ യഹൂദികൾക്കും നസ്രാനികൾക്കും. ثم إن هذا يومهم الذي فرض الله عليهم فاختلفوا فيه فهدانا الله له فالناس لنا فيه تبع اليهود غدا والنصارى بعد غد. رسول الله പറയുന്നു, ثم إن هذا يومهم الذي فرض الله عليهم, പിന്നെ ഈ ദിവസം അഥവാ യൗമുൽ ജുമുഅ, വെള്ളിയാഴ്ച തന്നെയാണ് അള്ളാഹു അവർക്കും നിർബന്ധമാക്കിയത്. പഴയ സമുദായങ്ങൾക്കും അള്ളാഹു അവരുടെ നബിമാരിലൂടെ നിശ്ചയിച്ചത് ഈ ദിവസം തന്നെയായിരുന്നു. പക്ഷേ ഫഖ്തലഫൂ ഫീഹി, അവരതിൽ നിന്ന് തെറ്റിക്കളഞ്ഞു, അവരതിൽ അഭിപ്രായ വ്യത്യാസത്തിലായി. ഫഹദാന അല്ലാഹു ലഹ്, നമുക്ക് അള്ളാഹു ഈ ദിവസത്തിലേക്ക് ഹിദായത്ത് തന്നു. നമ്മളെ അള്ളാഹു യൗമുൽ ജുമുഅ തന്നെ പ്രത്യേക ദിവസമായി തിരഞ്ഞെടുക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്തു. ഫന്നാസു ലനാ ഫീഹി തബഉൻ, യൗമുൽ ജുമുഅയിലെ പോലെ തന്നെയാണ്, ഖിയാമത്ത് നാളിലെ പോലെ തന്നെയാണ് യൗമുൽ ജുമുഅയിലും. ബാക്കിയുള്ളവരൊക്കെ, ബാക്കി ജനങ്ങളൊക്കെ നമ്മുടെ പിന്നിലാണ്. യൽ യഹൂദ് ഗദൻ, യഹൂദികൾ നാളെ, അഥവാ യൗമു സബ്ത്, ശനിയാഴ്ചയാണ് അവരുടെ ദിവസം. വൻ നസാറ ബഅദ ഗദിൻ, എപ്പോഴാണ് നസ്രാനികളുടെ ഖുർബാൻ? എപ്പോഴാണ്? ഞായറാഴ്ചയാണ്. അവരുടെ ദിവസം ഞായർ, യൗമുൽ അഹദ്. എന്നാൽ യഥാർത്ഥത്തിൽ ഈ പ്രത്യേകതകളൊക്കെ, നേരത്തെ പറഞ്ഞ പ്രത്യേകതകളൊക്കെ ഉള്ളത് യൗമുൽ ജുമുഅയിലാണ്. അള്ളാഹു അവരോടും പറഞ്ഞത് അതായിരുന്നു, പക്ഷേ അവർ അതിൽ നിന്ന് തെറ്റിപ്പോയി. അതുകൊണ്ട് തന്നെ യൗമുൽ ജുമുഅയുടെ കാര്യത്തിൽ അവർക്ക് നമ്മോട് കടുത്ത അസൂയയുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. യഹൂദികൾക്ക് ചില വിഷയങ്ങളിൽ നിങ്ങളോട് അസൂയ ഉള്ളതുപോലെ മറ്റൊന്നിലും അവർക്ക് അസൂയയില്ല എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വിഷയങ്ങളിൽ ഒന്നാണ് യൗമുൽ ജുമുഅ, വെള്ളിയാഴ്ച. 2 ഖിബ്ല, നമ്മുടെ ഖിബ്ല. 3 പരസ്പരമുള്ള സലാം പറയൽ. 4 ഇമാമിൻ്റെ പിന്നിൽ നമ്മൾ ആമീൻ പറയൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യഹൂദികൾക്ക് ഈ വിഷയങ്ങളിൽ നിങ്ങളോട് അസൂയയുള്ളതുപോലെ മറ്റൊരു വിഷയങ്ങളിലുമില്ല. ഈ വിഷയങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാകും, ഇതെല്ലാം മുസ്ലിം ഉമ്മത്തിൻ്റെ ഐക്യവും പൊരുത്തവും സ്നേഹവും വിളിച്ചോതുന്ന ഇബാദത്തുകളാണ്. യൗമുൽ ജുമുഅ അന്ന് അതാ മുസ്ലിമുകൾ എല്ലാവരും ഒരുമിച്ച് കൂടുന്നു. യൗമുൽ ജുമുഅ അത് ഈദുൽ ഉസ്ബൂ ആണെന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ആഴ്ചയിലെ ഈദാണത്, ആഴ്ചയിലെ പെരുന്നാളാണ്. നമ്മുടെ ഈദുകളെല്ലാം മഹത്തായ ഇബാദത്തുകൾക്ക് ശേഷമാണ്. ആഴ്ചയിലെ നിസ്കാരങ്ങൾ അതിന് ശേഷമാണ് യൗമുൽ ജുമുഅ ഉള്ളത്, ഒരാഴ്ച വരുന്ന നിസ്കാരം. റമദാനിലെ നോമ്പ് അതിന് ശേഷമാണ് ഈദ് അൽ ഫിത്ർ, ഈദുൽ ഫിത്ർ ഉള്ളത്. ഹജ്ജ് അതിന് ശേഷമാണ് ഈദുൽ അദ്ഹ, അതാണ് ഏറ്റവും അഫ്ളലായ ഈദ്. ഈദുകളിൽ ഏറ്റവും മഹത്വമേറിയ ഈദ് ഏതാണ്? ഈദുൽ അദ്ഹ, ഹജ്ജിൻ്റെ പെരുന്നാൾ, ഹജ്ജിൻ്റെ ഈദ്. അത് മഹത്തായ ഹജ്ജിന് ശേഷമാണ്. ഈ യൗമുൽ ജുമുഅ മുസ്ലിമീങ്ങൾ എല്ലാവരും ഒരുമിച്ച് ചേരുന്നു. അതുപോലെ ഖിബ്ല, മുസ്ലിമീങ്ങൾ എല്ലാവരും ആ ഖിബ്ലയിലേക്ക് തിരിയുന്നു. മറ്റൊരു പ്രത്യേകത ഉള്ളത്, യൗമുൽ ജുമുഅയിലെ പോലെ തന്നെ
ഇവർ തെറ്റിപ്പോയി ആ ഖിബ്ലയിൽ നിന്നും. കാരണം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അവരുടെ ആളാണെന്ന് അവർ പറയുന്നു. യഹൂദികൾ പറയുന്നു യഹൂദിയാണ്, നസ്രാനികൾ പറയുന്നു നസ്രാനിയാണ്, നമ്മുടെ ആളാണ്, മുശ്രിക്കുകൾ പറയുന്നു നമ്മുടെ ആളാണ്. പക്ഷേ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അതിൻ്റെ അസ്ഥിവാരത്തിൽ നിന്ന് കെട്ടിപ്പടുത്ത കഅബ അതവർക്ക് വേണ്ടല്ലോ, ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞു നോക്കുന്നില്ലല്ലോ, അതിലേക്ക് അള്ളാഹു നമുക്ക് ഹിദായത്ത് നൽകി. അതുപോലെ പരസ്പരമുള്ള സലാം പറയൽ. ഏത് നാട്ടിലുള്ള മുസ്ലിമായാലും, ഒരാൾ ഇവിടെയുള്ള ആളാണ്, ഒരാൾ അമേരിക്കയിലുള്ള ആളാണ്, ഏത് മുസ്ലിമിനെ കണ്ടാലും നമുക്ക് അസ്സലാം അലൈക്കും എന്ന് പറഞ്ഞാൽ അവനറിയാം എന്താണ് നമ്മളോട് തിരിച്ചു പറയേണ്ടത് എന്നവനറിയാം. ഏത് മുസ്ലിമിനും അറിയാം. ഇത്ര ജാഹിലുകളായ ആളുകൾക്ക് വരെ അറിയാം. ഇസ്ലാമിൻ്റെ ഷിആറാണത്, ഇസ്ലാമിൻ്റെ ചിഹ്നമാണ്. മുസ്ലിമീങ്ങളുടെ ഐക്യവും സ്നേഹവും വിളിച്ചോതുന്നു. അതുപോലെ ഇമാമിൻ്റെ പിന്നിൽ എല്ലാവരും ഒരുമിച്ച് ആമീൻ എന്ന് പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ വാഫഖ തഅമീനുഹു തഅമീനൽ മലായിക ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആരുടെയെങ്കിലും ആമീൻ പറയൽ മലക്കുകളുടെ ആമീനുമായി യോജിച്ചു വന്നാൽ അവൻ്റെ മുൻകഴിഞ്ഞ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടും. അപ്പം ഇമാം ആമീൻ പറയുമ്പോൾ മലക്കുകളും ആമീൻ പറയുന്നു, മലക്കുകളും ആമീൻ പറയുന്നു. അപ്പോൾ വലദ്ദാലീൻ എന്നിമാം പറഞ്ഞാൽ ഇമാം ആമീൻ എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോൾ തന്നെ നമ്മളും കൂടെ ആമീൻ പറയുക. ഇമാം തുടങ്ങുമ്പോൾ തന്നെ ഇമാമിനെ മുൻകടക്കാതെ ഇമാം തുടങ്ങുമ്പോൾ തന്നെ ഇമാമിൻ്റെ കൂടെ തുടങ്ങി ആമീൻ പറയുക. ഇത് മുസ്ലിമീങ്ങളുടെ ഐക്യം വിളിച്ചു തോന്നുന്നു. ഇതിലെല്ലാം അവർക്ക് നമ്മുടെ അസൂയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവർക്ക് നാളെ, നസ്രാനികൾക്ക് മറ്റന്നാൾ. അതുപോലെ ഇമാം മുസ്ലിമിൻ്റെ റിവായത്തിൽ വന്നിട്ടുള്ളത് ഇങ്ങനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദല്ലല്ലാഹു അനിൽ ജുമുഅത്തി മൻ കാന ഖബ്ലന. നമുക്ക് മുമ്പുള്ളവരെ അള്ളാഹു ഈ യൗമുൽ ജുമുഅയിൽ നിന്ന് തെറ്റിച്ചു കളഞ്ഞു. അവർക്ക് അള്ളാഹു അതിനുള്ള ഭാഗ്യം നൽകിയില്ല. ഫകാന ലിൽ യഹൂദി യൗമു സബ്ത്. യഹൂദികളുടെ ദിവസം ഏതായി? യൗമു സബ്ത്, ശനിയാഴ്ചയാണ് അവരുടെ ദിവസം. വകാന ലിൻ നസാറ യൗമുൽ അഹദ്. നസ്രാനികളുടെ ദിവസം ഏതാ? യൗമുൽ അഹദ്, ഞായർ. ഫജാ അല്ലാഹു ബിനാ ഫഹദാന അല്ലാഹു ലിയൗമിൽ ജുമുഅ. അള്ളാഹു നമ്മെ കൊണ്ടുവന്നു, നമുക്ക് അള്ളാഹു അവൻ്റെ ഏറ്റവും പ്രത്യേകതയുള്ള വെള്ളിയാഴ്ച തന്നെ നമുക്ക് അള്ളാഹു ഹിദായത്ത് നൽകി, അതിലേക്ക് നമുക്ക് തൗഫീഖ് നൽകി. ഒരു ദിവസവും മോശമില്ല, ഒരു നേരവും നഹ്സോ ദുശഗുണമോ ഒന്നുമില്ല. അത് അള്ളാഹുവിൻ്റെ പേരിൽ ഇല്ലാത്തത് പറയാനാണ്. പല ആളുകളും പല മുസ്ലിയാക്കന്മാരും ജനങ്ങളെ പഠിപ്പിക്കും, ചൊവ്വാഴ്ച വസ്ത്രം എടുക്കാൻ പാടില്ല, ബുധനാഴ്ച നഖം മുറിക്കാൻ പാടില്ല, ഇങ്ങനെ ഓരോന്ന്. ആ ദിവസം ഇന്നത് പാടില്ല. ദിവസത്തിന് നഹ്സ്, ദുശഗുണവും മോശപ്പെട്ട ദിവസവും മോശം സമയവും ഇങ്ങനെ ഒന്നും ഒരിക്കലും ഇസ്ലാമിലില്ല. അള്ളാഹു നല്ല നല്ല ചില സ്ഥലങ്ങൾ, നല്ല നല്ല ചില ആളുകൾ, നല്ല നല്ല ചില ദിവസങ്ങൾ, നല്ല നല്ല നേരം ഇത് തിരഞ്ഞെടുത്തിട്ടുണ്ട്. അള്ളാഹു പറഞ്ഞു, റബ്ബുക യഖ്ലുഖു മാ യശാഉ വയഖ്താർ മാ കാന ലഹുമുൽ ഖിയറ. നിന്റെ റബ്ബ് സൃഷ്ടിക്കുകയും അവൻ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു. അവർക്ക് തിരഞ്ഞെടുക്കാനുള്ള അവകാശമില്ല. അള്ളാഹു പടച്ചു, അവൻ തിരഞ്ഞെടുത്തു. അള്ളാഹു അവൻ്റെ പടപ്പുകളിൽ നിന്ന് നബിമാരെയും റസൂലുകളെയും ഒക്കെ തിരഞ്ഞെടുത്തതുപോലെ നമുക്ക് നമ്മുടെ വകയായി ഏതെങ്കിലും ഒരു ദിവസത്തിന് പ്രത്യേകതയുണ്ടെന്ന് പറയാനും പാടില്ല, ഏതെങ്കിലും ഒരു ദിവസം മോശമാണെന്ന് പറയാനും പാടില്ല. അള്ളാഹു അവൻ്റെ റസൂലോ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാത്തത് ഒന്നും തന്നെ പറയാൻ നമുക്ക് പാടില്ലാത്തതാകുന്നു. وكذلك هم تبع لنا يوم القيامة نحن الآخرون من أهل الدنيا والأولون يوم القيامة المقضي بينهم قبل الخلائق. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അതുപോലെ തന്നെ യൗമു സബ്തും യൗമുൽ അഹദും തിരഞ്ഞെടുത്ത് യഹൂദു നസ്രാനികൾ നമ്മിൽ നിന്ന് പിന്നോട്ട് പോയതുപോലെ ഖിയാമത്ത് നാളിലും നഹ്നുൽ ആഖിറൂന മിൻ അഹ്ലി ദുനിയ, ദുനിയാവിലെ അവസാനത്തെ സമുദായം നമ്മളാണ്. എന്നാൽ വൽ അവ്വലൂന യൗമൽ ഖിയാമത്തിൽ മഖ്ദിയു ബൈനഹും ഖബ്ലൽ ഖലായിഖ്. ഖിയാമത്ത് നാളിൽ ആദ്യത്തെ ആളുകൾ നമ്മളാണ്, ആദ്യം വിധി കൽപ്പിക്കപ്പെടുന്നവർ, പടപ്പുകൾ എല്ലാവരെക്കാളും മുൻപേ. ഇബ്നു കസീർ പറയുന്നു, വഖദ് അമറ അല്ലാഹുൽ മുഅ്മിനീന ബിൽ ഇജ്തിമാഇ ലിഇബാദതിഹി യൗമൽ ജുമുഅ. ഈ ദിവസം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ഒരുമിച്ച് കൂടാൻ അള്ളാഹു മുഅ്മിനുകളായ അവൻ്റെ അടിമകളോട് കൽപ്പിക്കുന്നു. ഫഖാല തആല യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്. ഓ മുഅ്മിനുകളെ, യൗമുൽ ജുമുഅയിൽ നിങ്ങളെ അള്ളാഹുവിൻ്റെ ദിക്റിലേക്ക് വിളിക്കപ്പെട്ടാൽ
ഫസ്ഔ ഇലാ ദിക്രില്ലാ, അള്ളാഹുവിൻ്റെ ദിക്റിലേക്ക് നിങ്ങൾ സഈ ചെയ്യുക. സഈ, ഒരാൾ സഅ എന്ന് പറഞ്ഞാൽ സാധാരണ അറബിയിൽ ഓടി എന്നാണ് അതിൻ്റെ അർത്ഥം. ഇവിടെ അർത്ഥം എന്താണ്? ഇബ്നു കസീർ പറയുന്നു, ഐ യഖ്സിദു വഅമിദു വഹ്തമ്മു ഫീ സൈരികും ഇലൈഹാ, നിങ്ങൾ വെള്ളിയാഴ്ച മസ്ജിദ് ലക്ഷ്യമാക്കി അതിന് പ്രാധാന്യം കൊടുത്ത് അതിനു വേണ്ടി ഒരുങ്ങിക്കൊണ്ട് ചെല്ലുക എന്നാണ് ഇതിൻ്റെ അർത്ഥം. വലൈസൽ മുറാദു ബിസ്സഈ ഹുന ഹാ ഹുന അൽ മശ്യു സരീഅ, വേഗത്തിൽ നടക്കുക അല്ലെങ്കിൽ ഓടുക എന്നതല്ല ഇവിടെയുള്ള സഈ കൊണ്ടുള്ള ഉദ്ദേശം. വഇന്നമാ ഹുവൽ ഇഹ്തിമാം, മറിച്ച് അതിൻ്റെ ഉദ്ദേശം എന്താണ്? അതിനുവേണ്ടി അധ്വാനിക്കുക, അതിന് പ്രാധാന്യം കൊടുക്കുക എന്നതാണ്. ഏതുപോലെ അള്ളാഹു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ സൂറത്തുൽ ഇസ്രായിൽ, വമൻ അറാദൽ ആഖിറത വസആ ലഹാ സഅയഹാ വഹുവ മുഅ്മിൻ, ആരാണോ പരലോകം ഉദ്ദേശിക്കുകയും അതിനുവേണ്ടി അതിൻ്റെ അധ്വാനിക്കുകയും ചെയ്തവൻ. അപ്പോൾ അവിടെ സഅ എന്ന് പറഞ്ഞാൽ ഓടുക എന്നതല്ല, അതിനുവേണ്ടി അധ്വാനിക്കുക, അതിനുവേണ്ടി പണിയെടുക്കുക, അതിനുവേണ്ടി തയ്യാറെടുക്കുക എന്നൊക്കെയാണ്. എന്നതുപോലെയാണ് ഇവിടുത്തെ അർത്ഥം. فأما المشي السريع إلى الصلاة فقد نهي عنه, എന്നാൽ നിസ്കാരത്തിലേക്ക് ഒരാൾ നിസ്കാരത്തിന് നേരായി ഓടി മസ്ജിദിലേക്ക് പോവുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുള്ള സംഗതിയാണ്. അത് നാം വിലക്കപ്പെട്ടിരിക്കുന്നു. ലിമാ ഖറജാഹു ഫി സ്വഹീഹൈൻ അൻ അബീ ഹുറൈറത അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, ബുഖാരി മുസ്ലിം റിവായത്ത് ചെയ്ത അബൂ ഹുറൈറയുടെ ഹദീസിൽ വന്നിട്ടുള്ളതുപോലെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ സമിഅ്തുമുൽ ഇഖാമ, നിങ്ങൾ ഇഖാമത്ത് കേട്ടാൽ, ഇഖാമത്ത് കേട്ടു എങ്കിൽ പോലും ഫംശൂ ഇല സ്വലാത്ത്, നിങ്ങൾ നിസ്കാരത്തിലേക്ക് നടന്നു പോവുക. വഅലൈക്കുമുസ് സക്കീനത്തു വൽ വഖാർ, നിങ്ങൾക്ക് സക്കീനത്തും വഖാറും ഉള്ള നിലക്ക്. സക്കീനത്തും വഖാറും എന്നാൽ ശാന്തമായി സാവധാനം പോവുക എന്നതാണ് സക്കീനത്തും വഖാറും കൊണ്ടുള്ള ഉദ്ദേശം. വലാ തുസ്രിഉ, നിങ്ങൾ ധൃതിപ്പെടരുത്, ഓടരുത്. ഫമാ അദ്റക്തും ഫസല്ലു വമാ ഫാതകും ഫാതിമു, റക്അത്ത് പോയി പോകുന്നു വിചാരിച്ചിട്ട് എന്താക്കരുത്, ഓടരുത്, നടന്നു വരണം. അതാണ് അള്ളാഹുവിനുള്ള അദബാണ്, മര്യാദയാണത്. മസ്ജിദിൽ പാലിക്കേണ്ട പല അദബുകളിൽ ഒന്നാണത്. ഓടരുത്, നടന്നു വരിക. കിട്ടിയത് നിസ്കരിക്കുക, അല്ലാത്തത് പൂർത്തിയാക്കുക. കിട്ടിയത് നിസ്കരിക്കുക, അല്ലാത്തത് പൂർത്തിയാക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഒരാൾക്ക് നേരത്തെ റക്അത്ത് കിട്ടാൻ എന്തു വേണം? നേരത്തെ പുറപ്പെടണം, എന്നാലേ കിട്ടുള്ളൂ. നേരത്തെ പുറപ്പെട്ടാലേ കിട്ടുള്ളൂ. അല്ലാതെ എപ്പോഴും ഈ വൈകി വന്നാൽ അത് കിട്ടുകയില്ല. മറിച്ച് നേരത്തെ വരണം. അതിന് വലിയ പ്രതിഫലമുണ്ട്. നമ്മുടെ ഖുശൂഇനെ ബാധിക്കുന്ന കാര്യമാണ് നിസ്കാരത്തിൽ നേരത്തെ വരിക എന്നുള്ളത്. നിസ്കാരത്തിന് നല്ല ശ്രദ്ധയും, നിസ്കാരത്തിൽ അശ്രദ്ധരായി പോവുക. നിസ്കാരം തുടങ്ങിയതും കൈയ്യട്ടതും പിന്നെ സലാം വീട്ടിയത് ഓർമ്മയുള്ളൂ. ഇങ്ങനെയുള്ള അവസ്ഥ ഉണ്ടാകാനുള്ള, അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള, ഖുശൂഅോടെ നിസ്കരിക്കാനുള്ള മാർഗങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നേരത്തെ മസ്ജിദിലേക്ക് വരിക, എന്നിട്ട് സുന്നത്ത് നിസ്കരിക്കുക, മസ്ജിദിൻ്റെ തഹിയ്യത്ത് നിസ്കരിക്കുക, അതിനുശേഷം ദുആ ചെയ്യുക, അള്ളാഹുവിനെ ദിക്ർ ചെയ്യുക, എന്നിട്ട് ഫർദിന് ഇമാമിൻ്റെ കൂടെ നിസ്കരിക്കുക എന്നത് അന്നേരം 23ാമത്തെ മണിക്കൂറിൽ ഓടി വന്ന് കൈകെട്ടുന്നതിനേക്കാളും ഖുശൂ ഉണ്ടാകാൻ സഹായിക്കുന്ന കാര്യമാണ്. അപ്പോൾ അത് വൈകി വരിക എന്നത് ശീലമാക്കാൻ പാടില്ലാത്തതാണ്. എപ്പോഴെങ്കിലും വൈകിപ്പോയാൽ നമ്മൾ ഓടരുത്, നടന്നു വരണം. കിട്ടിയത് നിസ്കരിക്കുക, ബാക്കി പൂർത്തിയാക്കുക. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അത് അദബാണ്, അത് മര്യാദയാണ്. ആ മര്യാദ പാലിക്കണം. ഒരാൾ ഓടുന്നത് കാണാം, ഒതു കൊടുത്തിട്ട് ഇമാം ചെറിയ സൂറത്തായി തീരാൻ പോകുന്നത് കണ്ടാൽ ഓടും. അല്ലെങ്കിൽ റുക്കൂഇൽ ഇമാം പോയിട്ടുണ്ട്, ഇമാം ഉയരുന്നതിന് മുമ്പേ റക്അത്ത് കിട്ടാൻ വേണ്ടി ഓടും. ഇങ്ങനെ ഓടാൻ പാടില്ല, നടന്നു വരണം. വമാ അദ്റക്തും ഫസല്ലു വമാ ഫാതകും ഫാതിമു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കിട്ടിയത് നിസ്കരിക്കുക, ബാക്കി പൂർത്തിയാക്കുക. അപ്പോൾ അത് വിലക്കപ്പെട്ടതാണ്. ഇപ്പോൾ യൗമുൽ ജുമഅയിൽ ഫസ്ഔ എന്ന് പറഞ്ഞാൽ ഓടുക എന്നതല്ല, അതിന് പ്രാധാന്യം കൊടുക്കുക എന്നതാണ് അതിൻ്റെ ഉദ്ദേശം. അബൂ ഖതാദ റളിയല്ലാഹു അൻഹു പറയുന്നു, ബൈനമാ നഹ്നു നുസല്ലി മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദ് സമിഅ ജലബത റിജാലിൻ, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നിസ്കരിച്ചു കൊണ്ടിരിക്കെ പിന്നിൽ കുറച്ചാളുകളുടെ ബഹളം കേട്ടു, അവർ തിരക്കൂട്ടുന്ന ഒച്ച കേട്ടു. ഫലമ്മ സല്ല, നിസ്കരിച്ച് കഴിഞ്ഞപ്പോൾ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാ ശഅനുക്കും, എന്താണ്
എന്താ കാര്യം? ഖാലു അവർ പറഞ്ഞു ഇസ്തഅജൽനാ ഇല സ്സലാഹ്, ഞങ്ങൾ നിസ്കാരം കിട്ടാൻ വേണ്ടി വേഗത്തിൽ വന്നതാണ്, ധൃതി പിടിച്ചു വന്നതാണ്. ഖാൽ റസൂലുള്ളാഹി പറഞ്ഞു ഫലാ തഫഅലൂ, അങ്ങനെ ചെയ്യരുത്. ഇദാ അതൈതുമുസ് സ്വലാത ഫംശൂ അലൈക്കുമുസ് സകീന, നിസ്കാരത്തിന് വരുമ്പോൾ നിങ്ങൾ സാവധാനത്തിൽ നടക്കണം. ഫമാ ദറക്തും ഫസല്ലു വമാ ഫാതകും ഫഅതിമു, കിട്ടിയത് നിസ്കരിക്കുക, കിട്ടാത്തത് പൂർത്തിയാക്കുക. റവാഹുൽ ബുഖാരി വ മുസ്ലിം, ഇമാം ബുഖാരി മുസ്ലിം റിവായത്ത് ചെയ്ത മുത്തഫഖുൻ അലൈഹി ആയ ഹദീസാകുന്നു. അതുപോലെ ഇങ്ങനെ തന്നെ വന്നിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നിങ്ങൾ ഫലാ തഅതൂഹാ തസഊൻ, ഓടി വരരുത്, വലാകിൻ തഅതൂഹാ തംശൂൻ, നിങ്ങൾ നടന്ന് തന്നെ വരിക എന്ന് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ പറഞ്ഞ സഈ എന്ന് പറഞ്ഞാൽ എന്താണ്? മുഫസ്സിറുകൾ പറഞ്ഞു, താബിഈയ ഹസൻ ബസ്രി പറയുന്നു വലാകിൻ ബിൽ ഖുലൂബി വന്നിയതി വൽ ഖുശൂ', ഖൽബ് കൊണ്ടും മനസ്സിലെ നിയ്യത്ത് കൊണ്ടും ഭയഭക്തി കൊണ്ടുമൊക്കെ നിങ്ങൾ സഈ ചെയ്യുക, അല്ലാതെ ശരീരം കൊണ്ട് ഓടി വരിക എന്നതല്ല. ഈ യൗമുൽ ജുമുഅയിൽ നമുക്ക് ഒരുപാട് മര്യാദകളുണ്ട്. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അതിൽ ചിലത് ഈ ആയത്തിൻ്റെ തഫ്സീറിൽ പറയുകയുണ്ടായി. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ബുഖാരി മുസ്ലിം റിവായത്ത് ചെയ്തിരിക്കുന്നു അബ്ദുല്ലാഹി ഇബ്നു ഉമറ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഇദാ ജാഅ അഹദുകുമുൽ ജുമുഅത ഫലിയഗ്തസിൽ, യൗമുൽ ജുമുഅ ആയാൽ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക? കുളിക്കുക. ഫലിയഗ്തസിൽ, കുളിക്കുക. അത് ഏറ്റവും ഖൈറായ കുളി ജുമുഅയിലേക്ക് വരാൻ പോകുമ്പോൾ കുളിക്കലാണ്. ഏറ്റവും നല്ലത് എപ്പോഴാണ്? യൗമുൽ ജുമുഅ മസ്ജിദിലേക്ക് വരാൻ പോകുമ്പോൾ കുളിക്കലാണ് കൂടുതൽ നല്ലത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ജുമുഅയിൽ ഇഗ്തിസാൽ നിർബന്ധം ആണെന്ന് പറയാൻ, നിങ്ങൾ കുളിക്കണമെന്ന് റസൂലുള്ളാഹി കൽപ്പിക്കാനുള്ള കാരണമായി പല ഹദീസുകളിലും അത് വന്നിട്ടുണ്ട്. ആളുകൾ ജോലിയെടുത്ത് തടർന്ന് വേർത്ത് അങ്ങനെ ദുർഗന്ധം വമിക്കുന്ന രൂപത്തിൽ മസ്ജിദിലേക്ക് വരാതിരിക്കാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞതെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അബൂ സഈദ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ കാണാം റസൂലുള്ളാഹി പറയുന്നു ഗുസ്ലു യൗമിൽ ജുമുഅത്തി വാജിബുൻ അലാ കുല്ലി മുഹ്തലിമിൻ, യൗമുൽ ജുമുഅയിൽ കുളിക്കൽ വാജിബാകുന്നു, നിർബന്ധമാകുന്നു. അലാ കുല്ലി മുഹ്തലിം, എല്ലാ പ്രായപൂർത്തിയായ ആൾക്കും. അതുപോലെ അബൂ ഹുറൈറ റളിയല്ലാഹുവിന്റെ ഹദീസിൽ റസൂലുള്ളാഹി പറഞ്ഞു ഹഖ്ഖുല്ലാഹി അലാ കുല്ലി മുസ്ലിമിൻ, അല്ലാഹുവിനോട് ഓരോ മുസ്ലിമിനുമുള്ള ബാധ്യതയാണ് അൻ യഗ്തസില ഫി കുല്ലി സബ്അത്തി അയ്യാമിൻ യഗ്സിലു റഅസഹു വജസദഹു, ആഴ്ചയിൽ ഈ ഒരു ദിവസം കുളിക്കുക എന്നത്, അവൻ്റെ തലയും ശരീരവും ഒക്കെ നനക്കുക എന്നത് അള്ളാഹുവിനോട് അവൻ്റെ അടിമക്കുള്ള ബാധ്യതയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഇനി നോക്കൂ, ഔസ് ഇബ്നു ഔസ് അസ്സഖഫി എന്ന സഹാബി റിവായത്ത് ചെയ്യുന്നു قال سمعت رسول الله صلى الله عليه وسلم يقول, അവിടുന്ന് പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേട്ടിരിക്കുന്നു, മൻ ഗസ്സല വഗ്തസല യൗമൽ ജുമുഅത്തി വബക്കറ വബ്തകറ വമശാ വലം യർകബ് വദനാ മിനൽ ഇമാം വസ്തമഅ വലം യൽഗു കാന ലഹു ബികുല്ലി ഖുത്വത്തിൻ അജ്റു സനത്തിൻ സിയാമിഹാ വഖിയാമിഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മൻ ഗസ്സല വഗ്തസല യൗമൽ ജുമുഅ, ആരെങ്കിലും യൗമുൽ ജുമുഅയിൽ ഗസ്സല വഗ്തസൽ, ഗസ്സല എന്നാൽ അതിൻ്റെ അർത്ഥം യഥാർത്ഥത്തിൽ പണ്ഡിതന്മാർ പറയുന്നത് ഇവിടെ ഗസ്സല എന്ന് പറഞ്ഞാൽ ജാമഅ എന്നാണ് അതിൻ്റെ അർത്ഥം. അഥവാ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു, അവൻ്റെ ഭാര്യയുമായി ശാരീരിക ബന്ധത്തിൽ, അവൻ്റെ ഇണയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയും വഗ്തസല കുളിക്കുകയും ചെയ്തു. യൗമുൽ ജുമുഅയിൽ വെള്ളിയാഴ്ചയിൽ അങ്ങനെ ചെയ്തു. വബക്കറ വബ്തകർ, നേരത്തെ ചെന്നു, വെള്ളിയാഴ്ച നേരത്തെ മസ്ജിദിലേക്ക് ചെന്നു. വമശ വലം യർകബ്, നടന്നു, വലം യർകബ് വാഹനത്തിൽ കയറാതെ നടന്നിട്ട് പോയി. വദനാ മിനൽ ഇമാം, ഇമാമിനോട് അടുത്തിരുന്നു. വസ്തമഅ, ശ്രദ്ധിച്ചു കേട്ടു ഖുതുബ. വലം യൽഗു, അവർ ലഘു പ്രവർത്തിച്ചില്ല. ലഘു എന്നാൽ അശ്രദ്ധമായി പ്രവർത്തിക്കുക. അതിൽപ്പെട്ടതാണ് മസ്ജിദിൽ, പഴയ കാലത്തെ മസ്ജിദിലുണ്ട്, അവിടെയൊക്കെ കല്ലുകളൊക്കെ ഉണ്ടാവും, അതിങ്ങനെ പെറുക്കുക, അതുകൊണ്ട് കയ്യിൽ കളിക്കുക. ഇന്നത്തെ കാലത്ത് അതിന് സമാനമായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അങ്ങനെ അശ്രദ്ധമായ വല്ലതും ചെയ്യാതിരിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്താൽ കാന ലഹു, അവനുണ്ട് ബികുല്ലി ഖുത്വത്തിൻ, അവൻ്റെ ഓരോ കാലടിപ്പാടിനും അജ്റു സനത്തിൻ, ഒരു വർഷത്തെ പ്രതിഫലം, സിയാമിഹാ വഖിയാമിഹാ, ഒരു കൊല്ലം നോമ്പെടുത്തതിൻ്റെയും നിസ്കരിച്ചതിൻ്റെയും പ്രതിഫലമുണ്ടെന്ന്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. ഇമാം അഹ്മദ് റിവായത്ത് ചെയ്ത ഹദീസാണിത്. ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി റഹിമഹുല്ലാ ഈ ഹദീസ് സഹീഹാണെന്ന് സ്ഥിരപ്പെടുത്തിയിരിക്കുന്നു. നോക്കി ഈ ഹദീസിൽ എന്തൊക്കെ പറഞ്ഞു? ഒന്ന്, മൻ ഗസ്സല. ഗസ്സല എന്നാൽ ഇവിടെ ജാമഅ എന്നാണ് അർത്ഥം എന്നാണ്. അതിന് ചില അർത്ഥത്തിൽ കുളിപ്പിക്കുക എന്നർത്ഥം പറയാം. അതും ജിമാഇൻ്റെ ലാസിമായി വരുന്ന കാര്യമാണ്. അതായത് ഒരാൾ ശാരീരബന്ധത്തിൽ ഏർപ്പെട്ട അയാളെ ഭാര്യ കുളിക്കണമല്ലോ. അപ്പോൾ യഥാർത്ഥത്തിൽ ആ കുളിക്ക് കാരണമായത് ഇയാളാണ്. അല്ല, അങ്ങനെ അല്ലാതെ ഗസ്സല എന്ന വാക്കിന് തന്നെ ജാമഅ അഥവാ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നർത്ഥമുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാനുള്ള കാരണമായി പണ്ഡിതന്മാർ പറയുന്നത്, കാരണം അന്ന് യൗമുൽ ജുമുഅ മുസ്ലിമീങ്ങളുടെ ഈദാണ്. അപ്പോൾ പുറത്തിറങ്ങുമ്പോൾ പല ആളുകളും റോട്ടിലുണ്ടായേക്കും. അപ്പോൾ അവൻ്റെ കണ്ണുകൾ താഴ്ത്താൻ അവന് കൂടുതൽ നല്ല എന്താണ്, അവൻ അന്ന് അവൻ്റെ ഇണയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവൻ്റെ ശഹ്വ, അവൻ്റെ ലൈംഗികമായ ആഗ്രഹം അത് തണുത്തിട്ടുണ്ട്. അതുകൊണ്ട് കണ്ണുകൾ താഴ്ത്താൻ അത് കൂടുതൽ സഹായകമാകും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് ഇങ്ങനെ ചെയ്യുകയും ചെയ്താൽ എന്ന് പറഞ്ഞിട്ടുള്ളത്. മനഗസ്സല വഖ്തസല യൗമുൽ ജുമുഅ. അതുകൂടാതെ യൗമുൽ ജുമുഅയിൽ കുളിക്കുകയും ചെയ്തു. യൗമുൽ ജുമുഅയിൽ കുളിക്കുകയും ചെയ്തു. വബക്കറ വബ്തകർ, നേരത്തെ ചെന്നു. നേരത്തെ ചെല്ലുക എന്നുള്ളത് മഅ്മൂമുകൾക്ക് ഖാസായ സുന്നത്താണ്. എന്നാൽ ഇമാമിന് ഖതീബിന് സുന്നത്ത് നേരത്തെ വരലല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്ന അവസാനം വരലാണ്. അവസാനം വന്ന് തഹിയ്യത്ത് കൂടി നിസ്കരിക്കാതെ, നേരത്തെ വന്നിട്ടുണ്ടെങ്കിൽ നിസ്കരിക്കാം, കുഴപ്പമൊന്നുമില്ല, നേരത്തെ എത്തിപ്പോയി നിസ്കരിക്കാം. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്ന നേരെ തഹിയ്യത്ത് നിസ്കരിക്കാതെ നേരെ മിമ്പറിലേക്ക് കയറലാണ്. അതാണ് ഇമാമിൻ്റെ സുന്ന. ഖതീബിൻ്റെ സുന്നത്ത് അതാണ്, വൈകി വരൽ, അവസാനം വരിക എന്നുള്ളത്. എന്നാൽ അവസാനം വരിക, ഖുതുബയുടെ സമയമായാൽ വരിക, നേരെ മിമ്പറിലേക്ക് കയറുക, അതാണ് സുന്ന. എന്നാൽ മഅ്മൂമുകൾക്ക് എത്ര നേരത്തെ വരാൻ സാധിക്കുമോ അത്ര നേരത്തെ വരലാണ് സുന്നത്ത്. വമശ വലം യർകബ്, വാഹനത്തിൽ കയറാതെ നടക്കുക, അത് സാധിക്കുമെങ്കിൽ അതാണ് കൂടുതൽ ഖൈർ. നടക്കാൻ സാധിക്കുമെങ്കിൽ അതാണ് ഖൈർ. അത് സാധാരണ നിസ്കാരത്തിലും അങ്ങനെ തന്നെയാണ്. വദന മിനൽ ഇമാം, ഇമാമിനോട് അടുത്തിരുന്നു. നേരത്തെ വന്നിട്ട് സൗകര്യമുള്ള മസ്ജിദിൽ ഏതെങ്കിലും മൂലയിൽ ചാരിയിരുന്നാൽ എന്നല്ല, ഒന്നാമത്തെ സഫിൽ ഇമാമിനോട് അടുപ്പിച്ച് ഇരുന്നു. എന്നിട്ട് ഖുത്ബ ശ്രദ്ധിച്ചു കേട്ടു. അത് ശ്രദ്ധിച്ചു കേട്ടു. അതിൽ ലഘുവൊന്നും പ്രവർത്തിച്ചില്ല, അശ്രദ്ധയുടെ പ്രവർത്തനങ്ങളൊന്നും പ്രവർത്തിച്ചില്ല. എങ്കിൽ ഈ പ്രതിഫലം, ഒരു വർഷത്തെ നോമ്പിൻ്റെയും നിസ്കാരത്തിൻ്റെയും പ്രതിഫലമുണ്ടെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. ഇമാം അഹ്മദ് മാത്രമല്ല, ബാക്കി 4 സുന്നത്തിൻ്റെ ആളുകളും, 4 സുനൻ്റെ അബൂദാവൂദ്, തിർമിദി, നസായി, ഇബ്നു മാജ 4 പേരും റിവായത്ത് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇമാം അഹ്മദ് ഇബ്ൻ ഹംബൽ അദ്ദേഹത്തിൻ്റെ മുസ്നദിലും റിവായത്ത് ചെയ്തിരിക്കുന്നു. وعن أبي هريرة رضي الله عنه قال إن رسول الله صلى الله عليه وسلم قال من اغتسل يوم الجمعة غسل الجنابة. റസൂലുള്ള പറയുന്നു, ആരെങ്കിലും യൗമുൽ ജുമുഅ വെള്ളിയാഴ്ച കുളിച്ചാൽ ഗുസ്ലൽ ജനാബ, ജനാബത്ത് കുളിക്കും പോലെ കുളിക്കുകയും ثم راح في الساعة الأولى, ഒന്നാമത്തെ സമയത്ത് പോവുകയും ചെയ്താൽ فكأنما قرب بدنة, അവൻ ഒരൊട്ടകത്തെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അർപ്പിച്ചതുപോലെയാണ്. ومن راح في الساعة الثانية, രണ്ടാമത്തെ സമയത്ത് ചെന്നാൽ فكأنما قرب بقرة, ഒരു പശുവിനെ ഖുർബാൻ നടത്തിയതുപോലെ, അതിനെ ദാനം ചെയ്യുക അല്ലെങ്കിൽ അറുത്ത് വിതരണം ചെയ്യുക എന്നതുപോലെ. ومن راح في الساعة الثالثة فكأنما قرب كبشا أقرا, മൂന്നാമത്തെ നേരത്ത് ചെന്നാൽ ഒരാടിനെ അവൻ ഖുർബാൻ നടത്തിയതുപോലെയാണ്. അഖ്റൻ, കൊമ്പുള്ള ആടിനെ, നല്ല മുന്തിയ ആടിനെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വിതരണം ചെയ്തതുപോലെയാണ്. ومن راح في الساعة الرابعة, നാലാമത്തെ നേരത്ത് ചെന്നാൽ فكأنما قرب دجاجة, ഒരു കോഴിയെ ദാനം ചെയ്തതുപോലെ. വറാഹ ഫി സാഅത്തിൽ ഖാമിസ, അഞ്ചാമത്തെ സാഅത്തിൽ നേരത്ത് ചെന്നാൽ ഫകഅന്നമ ഖറബ ബൈള, ഒരു മുട്ട ദാനം ചെയ്തതുപോലെ. ഫൈദാ ഖറജൽ ഇമാം, ഇമാം പുറപ്പെട്ടാൽ, അതിന് മനസ്സിലാക്കാം ഇമാം എപ്പോഴാണ് പുറപ്പെടുക, അവസാനം. ഫൈദാ ഖറജൽ ഇമാം, ഇമാം പുറപ്പെടുക എന്ന് പറഞ്ഞാൽ മിമ്പറിലേക്ക് കയറാൻ വേണ്ടി പുറപ്പെടുക. ഹദറത്തിൽ മലായിക, മലക്കുകൾ ഹാദറാവും, മലക്കുകൾ അവിടെ ഇരിക്കും. യസ്തമിഊന ദിക്ർ, ഖുതുബ ശ്രദ്ധിച്ചുകൊണ്ട് മലക്കുകൾ അവിടെ ഇരിക്കും. അപ്പോൾ മലക്കുകൾ അവിടെ ഇരിക്കുന്നതിന് മുമ്പ് എത്ര നേരത്തെ എത്താൻ സാധിക്കുമോ അത്ര നേരത്തെ എത്തുക. ഒന്നാമത്തെ സാഅ, രണ്ടാമത്തെ സാഅ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിൽ വന്നിട്ടുള്ളത്.
അത് പിന്നെ എന്താണ് ആദ്യം വരുന്നവർ രണ്ടാമത് വരുന്നവർ എന്നതല്ല അതിൻ്റെ ഉദ്ദേശം. പരമാവധി നേരത്തെ ആ ദിവസത്തിൽ പരമാവധി നേരത്തെ ആര് വരുന്നുവോ ആ ദിവസത്തിലെ ആദ്യത്തെ സമയം ആ സമയത്ത് വരുന്നവർ, പിന്നെ അതിന് ശേഷം ഒരു സമയമുണ്ട് ആ സമയത്ത് വരുന്നവർ. സാഅത്ത് എന്നതിന് ഇന്ന് മണിക്കൂറുകൾ എന്ന് പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് സാഅ, അതുപോലെ നിസ്ഫുൽ ലൈൽ രാത്രിയുടെ പകുതി, രാത്രിയുടെ 1/3 എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ കൃത്യമായ അളവ് ഇന്നത്തെ മണിക്കൂർ വെച്ച് പറയുക എന്നത് ബുദ്ധിമുട്ടാണ്. ആ ദിവസത്തിലെ ആദ്യ സമയത്ത്, ആ ദിവസം നേരം പുലർന്നത് മുതൽ ഉള്ള സമയങ്ങളിൽ ആദ്യ സമയത്ത് വന്ന ആരാണോ അവർക്ക് ഈ പ്രതിഫലം, പിന്നെ വരുന്നവർക്ക് ഈ പ്രതിഫലം, പിന്നെ വരുന്നവർക്ക് ഈ പ്രതിഫലം. അങ്ങനെയാണ് അതിൻ്റെ ഉദ്ദേശം. ഇബ്നു കസീർ പറയുന്നു, വയുസ്തഹബ്ബു ലഹു അൻ യൽബസ അഹ്സന സിയാബിഹി, ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ല വസ്ത്രം ധരിക്കൽ സുന്നത്താണ്. വയതനദ്ദഫു, വൃത്തിയാവുക. കുളിച്ചാൽ മാത്രം മതിയോ? ഒരു പേരിനൊരു കുളിയല്ല, വൃത്തിയാകാനാണ് കുളി. വയതനദ്ദഫു വയതസവ്വഖു, മിസ്വാക്ക് ചെയ്യുക. വയതനദ്ദഫു വയതതഹർ, ശുദ്ധിയാവുക. ഇതെല്ലാം സുന്നത്താണ്, വൃത്തിയാവുക. وفي حديث أبي سعيد المتقدم غسل يوم الجمعة واجب على كل محتلم والسواك وأن يمس من طيب أهله. നേരത്തെ പറഞ്ഞ ഹദീസിൽ ഇങ്ങനെ കൂടി വന്നിട്ടുണ്ട്, സിവാക്ക്, മിസ്വാക്ക് ചെയ്യൽ സുന്നത്താണ്. അതുപോലെ അവൻ്റെ വീട്ടിലുള്ള തീബ് ഉപയോഗിക്കുക, സുഗന്ധം ഉപയോഗിക്കുക, ഇതും സുന്നത്താണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ വന്നിട്ടുണ്ട്. വാജിബാണ്, അത് ബാധ്യതയാണെന്ന രൂപത്തിൽ വന്നിട്ടുണ്ട്. വാജിബ് എന്ന് പറഞ്ഞാൽ ഒഴിവാക്കിയാൽ കുറ്റം കിട്ടുന്ന വാജിബ് എന്ന അർത്ഥത്തിലല്ല, മറിച്ച് അത് ചെയ്യേണ്ടുന്ന ഒഴിവാക്കുന്നത് ശരിയല്ലാത്ത ഒരു ബാധ്യതയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അതുപോലെ عن عبد الله بن سلام رضي الله عنه أنه سمع رسول الله صلى الله عليه وسلم يقول, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി അവിടുന്ന് കേട്ടിരിക്കുന്നു, അലൽ മിമ്പർ, മിമ്പറിൽ വെച്ച് പറയുന്നതായി, മാ അലാ അഹദിക്കും ലൗ ഇസ്തറാ സൗബൈൻ ലിയൗമിൽ ജുമുഅത്തി സിവാ സൗബൈ മിഹ്നതിഹി. അവിടുന്ന് ചോദിച്ചു, നിങ്ങൾക്ക് എന്തുകൊണ്ട് 2 സൗബ് വാങ്ങിക്കൂടാ? 2 സൗബ് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശം ഒന്ന് ഇസാറും ഒന്ന് റിദാവും, ഒന്ന് മുകളിൽ ഉടുക്കുന്നതും പിന്നെ താഴെ തുണിയായി ഉടുക്കുന്നതും, അതാണ് സൗബൈൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശം. എന്തുകൊണ്ട് നിങ്ങൾക്ക് 2 സൗബ് വാങ്ങിക്കൂടാ? എന്തിനു വേണ്ടി? ലിയൗമുൽ ജുമുഅ, വെള്ളിയാഴ്ചക്ക് മാത്രം ഇടാൻ, വെള്ളിയാഴ്ചക്ക് പ്രത്യേകമായി ഇടാൻ എന്തുകൊണ്ട് നിങ്ങൾക്ക് വാങ്ങിക്കൂടാ? സിവ സൗബൈ മിഹ്നതിഹി, ജോലി ചെയ്യുമ്പോൾ ഉടുക്കുന്ന വസ്ത്രം അല്ലാതെ, ജോലി ചെയ്യുമ്പോൾ ഉടുക്കുന്ന വസ്ത്രമല്ലാതെ യൗമുൽ ജുമുഅയിൽ ഉടുക്കാൻ നിങ്ങൾക്ക് പ്രത്യേകമായി ഒരു വസ്ത്രം എന്തുകൊണ്ട് വാങ്ങിക്കൂടാ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിന്റെ മുകളിൽ നിന്ന് പറയുന്നതായി ഞാൻ കേട്ടുവെന്ന് മഹാനായ സഹാബി അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു പറയുന്നു. വഅൻ ആയിഷത അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖതബ അന്നാസ യൗമുൽ ജുമുഅ, ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, റസൂലുള്ളാഹി യൗമുൽ ജുമുഅയിൽ അവിടുന്ന് ജനങ്ങളോട് പ്രസംഗിക്കുകയായിരുന്നു. ഫറഅ അലൈഹിം സിയാബൻ നിമാർ, അവർ ജോലി ചെയ്യുമ്പോൾ ഒക്കെ ഉടുക്കാറുണ്ടായിരുന്ന ഒരു പരിക്കൻ വസ്ത്രം, അറാബികളുടെ ഒരു വസ്ത്രമാണത്, നമിറ, അത് ധരിച്ചിരിക്കുന്ന റസൂലുള്ളാഹി കണ്ടു. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞതെന്ന് ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹദീസിൽ വന്നിരിക്കുന്നു. യൗമുൽ ജുമുഅക്ക് വേണ്ടി ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അള്ളാഹുവിൻ്റെ ദിക്റിലേക്ക് ചെല്ലുക. വദറുൽ ബൈഅ, അള്ളാഹു പറഞ്ഞിരിക്കുന്നു നിങ്ങൾ എന്തൊഴിവാക്കുക? കച്ചവടം ഒഴിവാക്കുക. കച്ചവടം ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ള ഒരു വളരെ പ്രധാനപ്പെട്ട വിഷയം എന്താണ്? ആ സമയത്ത് യൗമുൽ ജുമുഅയിൽ ചെയ്യുന്ന കച്ചവടം ഹറാമാണെന്ന് മാത്രമല്ല ബാത്തിലാണെന്നാണ്. ഹറാം വേറെ ബാത്തിൽ വേറെ. ഹറാമെല്ലാം ചിലപ്പോൾ ബാത്തിലായിരിക്കണമെന്നില്ല. ബാത്തിൽ എന്ന് പറഞ്ഞാൽ ആ ഇടപാട് തന്നെ അസാധുവാണ്, ആ കച്ചവടം നടക്കാത്ത പോലെയാണ്. അത്രയും കടുത്ത വിലക്കാണ് ഈ വിഷയത്തിൽ വന്നിട്ടുള്ളത്. വദറുൽ ബൈഅ, ആ സമയത്ത് നിങ്ങൾ കച്ചവടം ഒഴിവാക്കുക, അത് പിന്നെ ബാത്തിലാകുന്നതാണ് എന്നാണ് പണ്ഡിതന്മാർ ആ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത്. ദാലികും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ, അതാണ് നിങ്ങൾക്ക് നല്ലത് നിങ്ങൾ അറിയുന്നവരാണെങ്കിൽ. ഐ ഫി ദുനിയ വൽ ആഖിറതി ഇൻ കുൻതും തഅലമൂൻ, നിങ്ങൾക്ക് ഈ ലോകത്തും പരലോകത്തും ഖൈർ അതാണ്. ഈ ലോകത്തും പരലോകത്തും നിങ്ങൾക്ക് ഖൈർ അതാണ്. എന്ത്? ആ നേരത്ത് കച്ചവടം ഒഴിവാക്കുക എന്നത്. ഫൈദാ ഖുദിയത്തി സ്വലാത്തു, നിസ്കാരം കഴിഞ്ഞാൽ, ആയി ഫുരിഗ മിൻഹ,
നിസ്കാരം കഴിഞ്ഞാൽ ഫന്തശിറു ഫിൽ അർദ്, ഭൂമിയിൽ നിങ്ങൾ വ്യാപിച്ചോളൂ. വബ്തഗൂ മിൻ ഫദ്ലില്ലാഹ്, അള്ളാഹുവിൻ്റെ ഫദ്ൽ നിങ്ങൾ തേടിക്കോളൂ. ഇത് അള്ളാഹുവിൻ്റെ കൽപ്പന രൂപത്തിലാണ് വന്നിട്ടുള്ളത് അല്ലേ? എന്താ? ഫന്തശിറു ഫിൽ അർദ്, ഭൂമിയിൽ നിങ്ങൾ ഇന്തിശാറായിക്കോളൂ. വബ്തഗൂ മിൻ ഫദ്ലില്ലാഹ്, അള്ളാഹുവിൻ്റെ ഫദ്ൽ നിങ്ങൾ തേടിക്കൊള്ളൂ. പക്ഷെ ഇവിടെ അമർ ഉജൂബിനുള്ള അമറല്ല, കൽപ്പനക്കുള്ള അമറല്ല. എന്തുകൊണ്ടാണത്? കാരണം ഉസൂലുൽ ഫിഖ്ഹിൽ വളരെ അറിയപ്പെട്ട കാര്യമാണ്. അതായത് ഒരു കാര്യം വിലക്കിയതിന് ശേഷം പിന്നീട് കൽപ്പന വന്നു അത് ചെയ്യാൻ. അപ്പോൾ സാധാരണ കൽപ്പന പറഞ്ഞാൽ അമ്രു ലിൽ വുജൂബ്, കൽപ്പന എന്തിനുള്ളതാണ്? വാജിബാണെന്ന് അറിയിക്കാനുള്ളതാണ്. പക്ഷെ ഒരു കാര്യം വിലക്കിയതിന് ശേഷം പിന്നീട് കൽപ്പന വന്നാൽ അത് വിലക്കുന്നതിന് മുമ്പ് അതിൻ്റെ ഹുക്കം എന്താണോ അതിലേക്കാണ് തിരിച്ചു പോവുക. മനസ്സിലായോ? വിലക്കുന്നതിന് മുമ്പ് കച്ചവടത്തിൻ്റെ ഹുക്കം എന്താണ്? ജായിസ്, മുബാഹ്, അതാണ്. അതിലേക്ക് തന്നെയാണ് തിരിച്ചു പോവുക, അതിലേക്കാണ് തിരിച്ചു പോവുക. ഏതുപോലെ ഹൈദിൻ്റെ സമയത്ത് വയസ്സലൂനക അനിൽ മഹീദ് ഖുൽ ഹുവ അദൻ ഫഅതസിലു النساء في المحيض فلا تقربوهن حتى يطهرن فإذا تطهرن فأتوهن من حيث أمركم الله إن الله يحب التوابين ويحب المتطهرين. സ്ത്രീകൾക്ക് ഹൈദ് ഉണ്ടായാൽ, അവർക്ക് ആർത്തവം ഉണ്ടായാൽ അവരുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടരുത് എന്ന് അള്ളാഹു പറഞ്ഞു. എന്നാൽ ഫൈദാ തതഹർന, അവർ ശുദ്ധിയായാൽ, ഫഅതൂഹുന്ന, നിങ്ങൾ അവരുമായി ബന്ധപ്പെട്ടോളൂ. അത് അമ്രാണ്, കൽപ്പനയായിട്ടാണ് വന്നിട്ടുള്ളത്. പക്ഷെ ആ അമ്ര എന്തിനാ? വാജിബാക്കാനുള്ള അമ്രല്ല. പിന്നെയോ അത് അതിൻ്റെ മുമ്പ് എന്താണോ അതിൻ്റെ ഹുക്കും അതിലേക്ക് തിരിച്ചു പോകും. മുമ്പ് എന്താണോ ഹുക്കും അതിലേക്ക് തിരിച്ചു പോകും. മുമ്പുണ്ടായിരുന്ന അതേ വിധിയിലേക്ക് തിരിച്ചു പോകും. അത് ഓരോരുത്തർക്ക് അനുസരിച്ചിരിക്കും, അത് ഓരോരുത്തരുടെ അവസ്ഥക്കനുസരിച്ചിരിക്കും. ഇപ്പോൾ അയാൾ തൻ്റെ ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ലെങ്കിൽ അയാൾ പിന്നെ തെറ്റിലേക്ക് നീങ്ങും എന്ന് വന്നാൽ അയാൾക്കത് വാജിബാണ്. അതുപോലെ അയാളുടെ ഭാര്യ തെറ്റിലേക്ക് നീങ്ങും എന്ന് വന്നാലും അയാൾക്കത് വാജിബാവും. അങ്ങനെയുള്ള ആൾക്ക് വാജിബാവും, അല്ലാത്ത സമയത്ത് അത് മുസ്തഹബാകും. അങ്ങനെ എന്താണോ പഴയ ഹുക്കും അതിലേക്കാണ് അത് തിരിച്ചു പോവുക. അതുപോലെ തന്നെയാണ് അള്ളാഹു പറഞ്ഞത് വഇദാ ഹലൽതും ഫസ്താദു, സൂറത്തുൽ മാഇദയിൽ. നിങ്ങൾ ഇഹ്റാമിലായിരിക്കെ വേട്ട പാടില്ല. എന്നാൽ വഇദാ ഹലൽതും, ഇഹ്റാമിൽ നിന്ന് ഒഴിവായാൽ, നിങ്ങൾ തഹല്ലുലായാൽ, മക്കത്ത് പുറത്ത് ഹറമിന് പുറത്താണെങ്കിൽ ഫസ്താദു, വേട്ടയാടൂ. അമ്രാണത്, കൽപ്പനയാണ്. പക്ഷേ അത് വുജൂബിനുള്ള അമ്രല്ല. പിന്നെയോ വിലക്ക് വന്നു, ഇഹ്റാമിലായിരിക്കെ വേട്ടയാടരുത് എന്ന വിലക്ക് വന്നു, ശേഷം കൽപ്പന വന്നു. അപ്പോൾ അതെന്താണ്? പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു പോകും. അതുപോലെയാണ് ഇവിടെ ഫന്തശിറു ഫിൽ അർദ്. വെള്ളിയാഴ്ച കച്ചവടം ചെയ്യൽ വാജിബാണോ? അല്ല. വെള്ളിയാഴ്ച എന്താണോ അതിനു മുമ്പ്, യൗമുൽ ജുമുഅക്ക് മുമ്പുള്ള വിധി, അതാണ് ജുമുഅക്ക് ശേഷം വരിക. വബ്തഗൂ മിൻ ഫദ്ലില്ലാഹ്, അള്ളാഹുവിൻ്റെ ഫദ്ലിൽ നിന്ന് നിങ്ങൾ തേടിക്കൊള്ളൂ. വബ്തഗൂ മിൻ ഫദ്ലില്ലാഹ് വദ്കുറുല്ലാഹ കസീറൻ ലഅല്ലക്കും തുഫ്ലിഹൂൻ. ഇബ്നു കസീർ പറയുന്നു ഐ ഫീ ഹാലി ബൈഇക്കും വശറാഇക്കും വഅഖദിക്കും വഇതാഇക്കും ഉദ്കുറുല്ലാഹ ദിക്റൻ കസീറ. നിങ്ങൾ വിൽക്കുമ്പോഴും വാങ്ങുമ്പോഴും കൊടുക്കുമ്പോഴും എടുക്കുമ്പോഴും ഒക്കെ അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുക. അള്ളാഹുവിനെ ഓർത്താൽ കച്ചവടമൊക്കെ കുറച്ച് എന്താകും? സംഹാകും, ഒരു നല്ല കച്ചവടമാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, റഹിമല്ലാഹു ഇംറഅൻ സംഹൻ ഇദാ ബാഅ സംഹൻ ഇദാ ഇശ്തറ സംഹൻ ഇദാ ഇഖ്തദ. അള്ളാഹു ഒരാൾക്ക് റഹ്മത്ത് ചൊരിയട്ടെ. അയാൾ എങ്ങനത്തെ ആളാണ്? സംഹൻ, വിട്ടുവീഴ്ചയുള്ള ആളാണ്. ഇദാ ബാഅ, വിൽക്കുമ്പോഴും, സംഹൻ ഇദാ ഇശ്തറ, വാങ്ങുമ്പോഴും, സംഹൻ ഇദാ ഇഖ്തദ, അയാൾക്ക് കിട്ടാനുള്ളത് കടം ഉണ്ടാവല്ലോ അത് തിരിച്ചു വാങ്ങുമ്പോഴും ഒക്കെ അയാളുടെ സ്വഭാവം എന്താണ്? സംഹാൻ. വളരെ കടുംപിടുത്തത്തിൻ്റെ ആളല്ല. ഒരു മുസ്ലിം അങ്ങനെ ഒരിക്കലാകാൻ പാടില്ല. എല്ലാ സമയത്തും വരച്ച വരയുടെ അപ്പുറം പോവില്ല, ഒരു പോയിന്റ് വിട്ടുകൊടുക്കുകയില്ല എന്ന സ്വഭാവം ഒരു മുസ്ലിമിന് ചേർന്നതല്ല. അവൻ്റെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും സംഹ കാണിക്കേണ്ടവനാണ്. സംഹ കാണിച്ചവൻ ഒരിക്കലും അള്ളാഹു അവനെ നശിപ്പിച്ച് കളയുകയില്ല. അള്ളാഹുവിന് റഹ്മത്ത് ചൊരിയും, അള്ളാഹുവിന് ബറക്കത്ത് നൽകും. സംഹൻ ഇദാ ബാഅ സംഹൻ ഇദാ ഇശ്തറ സംഹൻ ഇദാ ഇഖ്തദ. റഹിമല്ലാഹു റജുലൻ സംഹൻ ഇദാ ബാഅ സംഹൻ ഇദാ ഇശ്തറ സംഹൻ ഇദാ ഇഖ്തദ. ആ അങ്ങനെയുള്ളവരുമായി ഇടപാട് നടത്തുമ്പോൾ ആളുകൾക്ക് എപ്പോഴും സന്തോഷം മാത്രമേ ഉണ്ടാവുള്ളൂ. അവർക്ക് വിറ്റാലും അവർക്ക് വാങ്ങിയാലും എന്തു ചെയ്താലും. واذكروا الله كثيرا لعلكم تفلحون وإذا رأوا تجارة أو لهوا انفضوا إليها وتركوك قائما قل ما عند الله خير من اللهو ومن التجارة والله خير الرازقين.
വഇദാ റഔ അവർ കണ്ടാൽ തിജാറതൻ ഒരു കച്ചവടമോ ഔ ലഹുവൻ അല്ല വല്ല കളിയോ അവർ കണ്ടാൽ ഇൻഫദ്ദു ഇലൈഹ അവരതിലേക്ക് ചെല്ലും. ഇൻഫദ്ദ എന്ന് പറഞ്ഞാൽ നീങ്ങി പോവുക. ഇൻഫദ്ദ എന്ന് പറഞ്ഞാൽ നീങ്ങുക, ചെല്ലുക. ദഹബ എന്നതിൻ്റെ ഒരർത്ഥം അറബിയിലൊരു കവി പാടിയിട്ടുണ്ട്. ദഹബൻ നാസു കുല്ലുഹും ഇലാ മൻ ഇൻദഹു ദഹബു വൻഫദ്ദ നാസു കുല്ലുഹും ഇലാ മൻ ഇൻദഹു ഫിദ്ദ. ദഹബുള്ളടുത്ത് എല്ലാവരും ദഹബ പോയി, ഫിദ്ദ വെള്ളിയുള്ള ആളുകളടുത്തേക്ക് എല്ലാവരും ഇൻഫദ്ദ പോയി എന്ന് പറഞ്ഞാൽ സ്വർണ്ണം വെള്ളിയുള്ള ആളുകളടുത്തേക്ക് എല്ലാവരും ചെന്നു, പണക്കാരുടെ പിന്നാലെ ചെന്നു എന്ന അർത്ഥത്തിലൊരു കവിത ഉണ്ട്. ഇൻഫദ്ദു ഇലൈഹ അവരെല്ലാവരും നീങ്ങും. വതറകൂക അവർ താങ്കളെ ഉപേക്ഷിച്ചുകൊണ്ട്, വതറകൂക അവർ താങ്കളെ വിട്ടുകളയും. ഖായിമൻ നിന്ന നിൽപ്പിൽ താങ്കൾ ഉപേക്ഷിച്ച് അവർ പൊയ്ക്കളയും. വല്ല കച്ചവടമോ ലഹുവോ അവർ കണ്ടാൽ എന്നാണ് ഈ ആയത്തിൻ്റെ അർത്ഥം. വതറകൂക ഖായിമ എന്ന് പറഞ്ഞതിൽ തെളിവുണ്ട്. എന്തിന് തെളിവുണ്ട്? ഇബ്നു കസീർ പറഞ്ഞു ദലീലുൻ അലാ അന്നൽ ഇമാമ യഖ്തുബു യൗമൽ ജുമുഅത്തി ഖായിമ. ഖതീബ് നിന്നിട്ടാണ് വെള്ളിയാഴ്ച ഖുതുബ പറയേണ്ടത് എന്നതിന് ഈ ആയത്തിൽ തെളിവുണ്ട്. ഖായിമൻ എന്നാണല്ലോ അള്ളാഹു പറഞ്ഞത്. നിന്ന് നിൽപ്പിൽ അവർ നിന്നെ വിട്ടേച്ചു പോകും. സാധാരണ ഉള്ള ഖുതുബകളോ സാധാരണ ഉള്ള പ്രസംഗങ്ങളോ പോലെയല്ല. യൗമുൽ ജുമുഅയിൽ ഇമാം എഴുന്നേറ്റ് നിന്നിട്ടാണ് പറയേണ്ടത്. ഗൗരവപ്പെട്ട ഇതാണ് യൗമുൽ ജുമുഅയിലെ ഖുതുബ. അതുകൊണ്ടാണ് ഇമാമിൻ്റെ വരവിലും പറയലിലുമൊക്കെ ആ ഗൗരവം ഉണ്ടാവും. നേരത്തെ അവിടെ ഇരുന്നിട്ട് ആളുകളോടൊക്കെ സംസാരിച്ച് അങ്ങനെയല്ലല്ലോ. പണ്ഡിതന്മാർ പറയുന്നത് ആ സമയമാകുമ്പോൾ കയറി വരുന്നു, അതിൽ തന്നെ ഒരു ഹൈബത്തുണ്ട്, ഒരു ഗാംഭീര്യമുണ്ട്. കയറി വന്ന് ഖുതുബ പറയുന്നു, എണീറ്റ് എന്നാണ് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുതുബകളെ കുറിച്ച് സഹാബത്ത് പറഞ്ഞിട്ടുണ്ട്. ഖുതുബതാനി യജ്ലിസു ബൈനഹുമ യഖറഉൽ ഖുർആന വയുദക്കിറുൻ നാസ്. അവിടുന്ന് രണ്ട് ഖുതുബകൾ പറയുകയും അതിനിടയിൽ ഇരിക്കുകയും ഖുർആൻ ഓതുകയും ജനങ്ങളെ ഉത്ബോധിപ്പിക്കുകയും ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. കഅന്നഹു മുൻദിറു ജയ്ശിൻ ഒരു പട്ടാളത്തിന് താക്കീത് കൊടുക്കുന്ന അവരുടെ ഒരു പട്ടാളത്തിലെ സൈന്യാധിപനെ പോലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുതുബയിൽ ഇസ്തദ്ദ ഗളബുഹു വഹ്മറത ഐനാഹ് അവിടുത്തെ കോപം കഠിനമാവുകയും കണ്ണുകൾ ചുവക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. കഅന്നഹു മുൻദിറു ജയ്ശിൻ ഒരു പട്ടാള മേധാവിയെ പോലെ, പട്ടാളക്കാർക്ക് താക്കീത് നൽകുന്ന ഒരാളെ പോലെ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുതുബകളെ കുറിച്ച് സഹാബത്ത് റളിയല്ലാഹു അൻഹും പറഞ്ഞിട്ടുള്ളത്. കാന ഖുത്ബത്തുഹു ഖസ്ദ വസലാത്തുഹു ഖസ്ദ അവിടുത്തെ ഖുതുബയും നിസ്കാരവും മിതമായിട്ടുള്ളതായിരുന്നു എന്ന് സഹാബത്ത് റളിയല്ലാഹു അൻഹും പറഞ്ഞിട്ടുണ്ട്. ഈ ആയത്ത് ഇറങ്ങാനുള്ള കാരണം എന്താണ്? ഈ ആയത്ത് ഒരു തിജാറത്തോ ലഹു അവർ കണ്ടാൽ അവർ താങ്കളെ നിന്ന് നിൽപ്പിൽ ഉപേക്ഷിച്ച് പോയിക്കളയും. ഖുൽ മാ ഇൻദല്ലാഹി ഖൈറും മിനൽ ലഹ്വി വമിനത് തിജാറ. ഖുൽ പറയൂ നബിയെ, മാ ഇൻദല്ലാഹ് അല്ലാഹുവിന്റെ കയ്യിലുള്ളതെന്തോ അതാണ് ഖൈറുൻ നല്ലത്, മിനൽ ലഹ്വി വമിനത് തിജാറ അല്ലാഹുവിന്റെ അടുത്തുള്ളതാണ് കളിയേക്കാളും കച്ചവടത്തെക്കാളും ഒക്കെ നല്ലത്. വല്ലാഹു ഖൈറുർ റാസിഖീൻ അല്ലാഹുവാണ് ഏറ്റവും നന്നായി റിസ്ക് നൽകുന്നവൻ. ആളുകൾ ഹറാമുകൾ പലതും ചെയ്യുമ്പോൾ ഇതൊക്കെ റബ്ബ് തരുന്ന റിസ്ക്കാണെന്ന് ചിന്തിക്കുന്നില്ല. അള്ളാഹുവാണ് ഇതിൽ ബറക്കത്ത് ചെയ്യേണ്ടത്. എങ്ങനെയെങ്കിലും സമ്പാദിച്ചാൽ മതിയോ? എങ്ങനെയെങ്കിലും കിട്ടിയാൽ മതിയോ? ഇത് ഉപകാരത്തിന് എത്തണ്ടേ? ഇത് പ്രയോജനപ്പെടണ്ടേ? അത് ചെയ്തു തരേണ്ടത് റബ്ബാണ് സുബ്ഹാനഹു വ തആല. അവൻ ഹലാലിൽ മാത്രമേ ബറക്കത്ത് ചെയ്യുകയുള്ളൂ. അള്ളാഹുവിൻ്റെ ദീൻ മറന്ന് പരലോകം മറന്ന് ഉണ്ടാക്കിയ പൈസയിൽ അവൻ ബറക്കത്ത് നൽകുകയില്ല, ഉറപ്പാണ്. ഈ ആയത്തിറങ്ങാനുള്ള കാരണം ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഖദിമത് ഈറുൻ മറത്തൻ അൽ മദീന. മദീനയിലൊരിക്കൽ ഒരു കച്ചവട സംഘം വന്നു. വറസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖ്തുബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബ പറഞ്ഞുകൊണ്ടിരിക്കുക, വെള്ളിയാഴ്ചയിൽ ഖുതുബ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വന്നത്. ഫഖറജ അന്നാസ് അപ്പോൾ മസ്ജിദിലുള്ള എല്ലാവരും പുറത്തിറങ്ങിപ്പോയി. വബഖിയ 12 റജുല 12 പേർ മാത്രം ബാക്കിയായി. ഫനസലത് അപ്പോഴാണ് ഈ ആയത്തിറങ്ങിയത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, ഖുതുബ ഇത് വാജിബായ നിലക്ക് ഇത് ഖുതുബ ശ്രവിക്കൽ നിർബന്ധമാണ് എന്ന ഹുക്കും എന്ന വിധി വരുന്നതിന് മുമ്പാണ് ഈ സംഭവം. ഇത് സംഭവം ഇത് വാജിബായതിനു ശേഷം അല്ല സഹാബത്ത് റളിയല്ലാഹു അൻഹും അങ്ങനെ പോയത്. മറിച്ച് അത് ആദ്യകാലത്ത് നിർബന്ധമല്ലായിരുന്നു. ആ സമയത്താണ് അവർ അങ്ങനെ ചെന്നത്. മറ്റുള്ള റിവായത്തുകൾ കൊണ്ട് അക്കാര്യം മനസ്സിലാക്കാവുന്നതാണ്. പണ്ഡിതന്മാരത് സൂചിപ്പിച്ചിട്ടുണ്ട്. നോക്കൂ, ചില ഹദീസുകളിൽ ഈ സംഭവം കുറച്ചുകൂടി വിശദമായി വന്നിട്ടുണ്ട്. ചില
കൂടുതൽ കാര്യങ്ങൾ വന്നത് കാണാം. ജാബിർ റളിയല്ലാഹു അൻഹു തന്നെ റിവായത്ത് ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി ഈ സംഭവത്തിന് ശേഷം. അവർക്കിങ്ങനെ ഇറങ്ങിപ്പോയല്ലോ. റസൂലുള്ള പറയുകയുണ്ടായി, വല്ലദീ നഫ്സി ബിയദിഹി, എൻ്റെ നഫ്സ് ആരുടെ കയ്യിലാണോ ആ അള്ളാഹു തന്നെ സത്യം, ലൗ തതാബഅതും ഹത്താ ലം യബ്ഖ മിൻകും അഹദുൻ, നിങ്ങളെങ്ങാനും എല്ലാവരും പോയിരുന്നുവെങ്കിൽ, 12 പേരവിടെ ബാക്കിയായിരുന്നു എന്നാണ്, ആരും ബാക്കിയാകാതെ എല്ലാവരും എങ്ങാനും ഇറങ്ങിപ്പോയിരുന്നുവെങ്കിൽ ലസാല ബികുമുൽ വാദി നാറാ, നിങ്ങളെയും കൊണ്ട് ഈ താഴ്വാരം മുഴുവൻ കത്തിയേനെ, നാറായി മാറിയാൻ, തീയായി ഒഴുകിയേനെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വനസലത് ഹാദിഹിൽ ആയ, ഈ ആയത്ത് ഇറങ്ങി, വഇദാ റഅൂ തിജാറതൻ ഔ ലഹവൻ ഫദ്ദു ഇലൈഹാ വതറകൂക ഖായിമ എന്ന ആയത്ത്. വഖാൽ, ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, കാന ഫിൽ 12 الذين ثبتوا مع رسول الله صلى الله عليه وسلم أبو بكر وعمر رضي الله عنهما. പോകാതെ മസ്ജിദിൽ ഉറച്ച് അവിടെ തന്നെ ഇരുന്നവരിൽ ആരുണ്ടായിരുന്നു? അബൂബക്കറും ഉമറും അശ്ശൈഖാൻ റളിയല്ലാഹു അൻഹുമാ. അവരേത് സമയത്തും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അവിടുത്തെ ചാരത്ത് തന്നെ ഉണ്ടായിരുന്നു. ബർസഖിലും അങ്ങനെ തന്നെയാണ്. അവർ രണ്ടുപേരും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയാണ് റളിയല്ലാഹു അൻഹുമാ. വേറൊരു കാര്യം നോക്ക്, അവരെ കൊണ്ട് അള്ളാഹു എന്തായി ബാക്കിയുള്ളവരെ സംരക്ഷിച്ചു. അതാണ് ഖൈറിൻ്റെ ചില ആളുകൾ ഒരു സ്ഥലത്തുണ്ടാവുക എന്നുള്ളത് ഷർറിൻ്റെ ആളുകൾക്ക് കൂടി സുരക്ഷയാണ്. കാരണം പെട്ടെന്ന് അള്ളാഹുവിൻ്റെ അദാബ് അവർക്ക് വരാതിരിക്കാൻ കാരണം എന്തായിരിക്കും? കുറച്ച് നല്ല ആളുകൾ അവിടെ ഉണ്ട് എന്നത്. ഈ വലിയ അദാബിൽ നിന്ന് അള്ളാഹു അവരെ കാത്തു. അവിടെ ഉറച്ചിരുന്ന ഈ 12 പേരെ കൊണ്ട് അവരിൽ അമീറ അൽ മുഅ്മിനീൻ അബൂബക്കർ ഉമർ ഇവർ രണ്ടുപേരും ഉണ്ടായിരുന്നു റളിയല്ലാഹു അൻഹുമാ. അള്ളാഹു പറയുന്നു, ഖുൽ മാ ഇൻദല്ലാഹി ഖൈറുൻ മിനൽ ലഹ്വി വമിനത് തിജാറ, അള്ളാഹുവിൻ്റെ അടുത്തുള്ളതാണ് ഈ കളിയേക്കാളും കച്ചവടത്തെക്കാളും എല്ലാം നല്ലത്. ഐ അല്ലദി ഇൻദല്ലാഹി മിനസ് സവാബി ഫിദ്ദാരിൽ ആഖിറ, പരലോകത്ത് അള്ളാഹു ഒരുക്കി വെച്ച പ്രതിഫലം അതുപോലെ ഈ ലോകത്തും അള്ളാഹു നൽകുന്നത്. അതാണ് ഖൈറുൻ മിനൽ ലഹ്വി വമിനത് തിജാറ വല്ലാഹു ഖൈറുർ റാസിഖീൻ, അവനാണ് ഏറ്റവും നന്നായി റിസ്ക് നൽകുന്നവൻ. ഐ ലിമൻ തവക്കല അലൈഹി വതലബ റിസ്ഖ ഫി വഖ്തിഹി, അള്ളാഹുവിൽ തവക്കുലാക്കുകയും റിസ്ക് തേടേണ്ട സമയത്ത് റിസ്ക് തേടുകയും ചെയ്തവർക്ക് നന്നായി റിസ്ക് നൽകുന്നവൻ ആരാണ്? അള്ളാഹുവാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞിട്ടുള്ളതുപോലെ, ലൗ തവക്കൽതും അലല്ലാഹി ഹഖ തവക്കുലിഹി ലറുസിഖ്തും കമാ തുർസഖു അത്തയ്ർ തഗ്ദു ഖിമാസാ വതറൂഹു ബിതാന, നിങ്ങൾ അള്ളാഹുവിൽ യഥാർത്ഥ നിലക്ക് തവക്കുലാക്കിയിരുന്നുവെങ്കിൽ പക്ഷികൾക്ക് റിസ്ക് നൽകുന്നത് പോലെ നിങ്ങൾക്കും നൽകപ്പെടുമായിരുന്നു. അവരെ കാണുന്നില്ലേ, അവർ രാവിലെ ഒട്ടിയ വയറുമായി റിസ്ക് അന്വേഷിച്ച് ചെല്ലുന്നു, വൈകുന്നേരം വയറ് നിറഞ്ഞ് തിരിച്ചു വരുന്നു. അതിൽ ശരിയായ തവക്കുലാണുള്ളത്. കാരണം അള്ളാഹുൽ തവക്കുലാക്കിയിട്ട് അവരെന്ത് ചെയ്യുന്നു? കൂട്ടിൽ തന്നെ ഇരിക്കുകയാണോ? അല്ല, റിസ്ക് അന്വേഷിച്ച് പുറപ്പെടുന്നു. എപ്പോഴാണ്? തഗ്ദു ഗദുവത്താൻ, രാവിലെ സുബ്ഹിന് ശേഷമുള്ള, സുബ്ഹിനോടടുത്ത സമയം, സുബ്ഹിന് ശേഷമുള്ള ആ സുബ്ഹിനോടടുത്ത സമയം, അത് കൂടുതൽ ബറക്കത്തുള്ള സമയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിന് ബറക്കത്ത് നൽകാൻ അള്ളാഹുവിനോട് ദുആ ചെയ്ത സമയമാണ്. അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മതി ഫി ബുകൂരിഹിം, അള്ളാഹുവെ ബുക്രത്തിൽ ആ നേരത്തെ ചെയ്യുന്ന എൻ്റെ ഉമ്മത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നീ ബറക്കത്ത് നൽകണേ. സഅദ് എന്നു പേരുള്ളൊരു സഹാബി റളിയല്ലാഹു അൻഹു തൻ്റെ കച്ചവടം ആ നേരത്തേക്ക് മാറ്റി. അദ്ദേഹം വലിയ പൈസ ഒന്നും ഇല്ലാത്ത ആളായിരുന്നു. പക്ഷെ അദ്ദേഹം പറഞ്ഞു, പിന്നെ എൻ്റെ സമ്പത്ത് എവിടെയാണ് സൂക്ഷിക്കേണ്ടത് എന്നെനിക്ക് അറിയാത്തവണ്ണം, എനിക്ക് മനസ്സിലാകാത്തവണ്ണം സമ്പത്ത് ഒരുപാട് വർദ്ധിച്ചു. ആ നേരത്തെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് ബർക്കത്തുണ്ടാവുന്നതാണ്. ആ നേരത്ത് കച്ചവടം ചെയ്താലും പഠിച്ചാലുമെല്ലാം. അതുകൊണ്ട് ആ സമയത്ത് ഉറങ്ങി തീർക്കുക എന്നത് ശരിയല്ല, അത് ശരിയല്ല. ഏറ്റവും ചുരുങ്ങിയത് സൂര്യൻ ഉദിക്കുന്നത് വരെയെങ്കിലും, ഏറ്റവും ചുരുങ്ങിയത് സൂര്യൻ ഉദിക്കുന്നത് വരെയെങ്കിലും ഉറങ്ങാതിരിക്കുക, ഖൈറായ കാര്യങ്ങളിൽ ഏർപ്പെടുക. والله تعالى أعلم وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وآله وصحبه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.